ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പൂർണ്ണമായ പിന്തുണയോടെ പങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്തും മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിപാടികൾ മണ്ഡലതലങ്ങളിലും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. ഇതിനിടയിൽ എല്ലാ ജില്ലകളിലും പോകാൻ ഞാൻ പരിപാടി ഇട്ടിരിക്കുകയായിരുന്നു. ജില്ലകളിലെ ബൂത്ത് കമ്മിറ്റി രൂപീകരണം അവലോകനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകാൻ ഉദ്ദേശിച്ചത്. ഇതിനിടയിലാണ് കഴിഞ്ഞ 5-ാം തീയതി കോഴിക്കോട് DCC പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റുമാർ മുതലുള്ളവരുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ചടങ്ങായിരുന്നു. AK ആൻ്റണിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ സഹധർമ്മിണിയോടൊപ്പം ചെല്ലണം എന്ന അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ചെന്നിരുന്നു. പ്രമുഖ ചലച്ചിത്ര നടി മഞ്ജു വാര്യർ പ്രത്യേക അതിഥിയായി അവിടെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയെല്ലാം ഭംഗിയായി കഴിഞ്ഞു. അവിടെ ദേശഭക്തി പ്രചോദിതമായ ദേശഭക്തിയെ അധികരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നല്ലൊരു കലാപരിപാടി ഉണ്ടായിരുന്നു. അത് കണ്ട് 7 മണിക്ക് അത് തീരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞാൻ എണീറ്റതാണ്. എണീറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈ കലാപരിപാടിക്ക് വേണ്ടിയുള്ള കേബിൾ ഇട്ടിരുന്നു. ആ കേബിളിൽ തട്ടി കമിഴ്ന്ന് വീഴുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വീണുവെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ആകസ്മികമായൊരു വീഴ്ച. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് എനിക്ക് തന്നെ എന്ത് സംഭവിച്ചു എന്ന് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നും പറ്റിയില്ല. തലയ്ക്കോ മൂക്കിനോ മുഖത്തിനോ ഒന്നും പരിക്ക് പറ്റാതെ അതേ സമയത്ത് ഈ നെഞ്ചിൻ്റെ ഭാഗത്താണ് വളരെ വിഷമമുണ്ടായത്. അപ്പോൾ തന്നെ KPCCയിലെ സഹപ്രവർത്തകർ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എല്ലാ പരിശോധനയും നടത്തി, സ്കാനിങ് നടത്തി, എക്സ്റേ നടത്തി, എല്ലാ ഡോക്ടർമാരും പരിശോധിച്ചു. അപ്പോൾ ഈ ഭാഗത്തുള്ള ചതവ്, ഒടിവല്ല ചതവ് വാരിയലിന് റിബിന് സംഭവിച്ചിട്ടുണ്ട്. അത് അല്പം ടൈം എടുക്കും. വിശ്രമമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. നേരെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വന്നു. പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തു. ഡോക്ടർമാർ ഇവിടെയും വന്ന് പരിശോധിച്ചു. അപ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു 3 ആഴ്ചയെങ്കിലും മിനിമം, ചിലപ്പോൾ അല്പം കൂടെ സമയം എടുത്തേക്കാം. അപ്പോൾ 1 മാസമായി. പിന്നെയും ശരിക്കും പറഞ്ഞാൽ പൂർണ്ണത കിട്ടണമെങ്കിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. അപ്പം എങ്ങനെ വന്നാലും 1-2 മാസത്തോളം പാർട്ടി രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ ആകില്ല. 2 മാസം എന്നുള്ളത് വളരെ ദീർഘമായൊരു സമയമാണ് രാഷ്ട്രീയത്തിൽ. കാരണം ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ, ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. KPCCയുടെ കോൺഗ്രസിൻ്റെ സജീവമായ ഇടപെടൽ എല്ലാ രംഗത്തും ആവശ്യമായ സന്ദർഭമാണ്. ഈ സമയത്ത് നമുക്ക് മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ വലിയ നിരാശയായിരിക്കും. അത് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാനേ നിവൃത്തിയില്ല. എൻ്റെ ഈ ശാരീരിക അസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ അസൗകര്യമോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ദോഷമായി വരരുത്. കാരണം നമ്മൾ കാരണം നമ്മുടെ അസൗകര്യമോ ദേഹാസ്വാസ്ഥ്യമോ പാർട്ടിക്കൊരു ക്ഷീണമുണ്ടാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം എന്നെ ഞാനാക്കിയത് നമ്മുടെ പാർട്ടിയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയാം. ഞാൻ വരുന്നത് അന്തിക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. സാധാരണ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ പിൻബലമോ അല്ലെങ്കിൽ സാമുദായികമായ പിൻബലമോ ഒന്നുമില്ലാതെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി ഹൈസ്കൂൾ ക്ലാസ് മുതൽ പഠിച്ച് അതിൽ പ്രവർത്തകനായി വന്ന് SLC പരീക്ഷ എഴുതിയിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട്
വയലാർ രവി അധ്യക്ഷനായ KSU സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ അംഗമായി മാറുന്നത്, സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറുന്നത്. അവിടെ മുതൽ പ്രവർത്തിച്ച് ഓരോ തലങ്ങളിൽ വന്നതാണ്. എനിക്ക് പരിപൂർണമായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പാർട്ടി കോൺഗ്രസ് പ്രസ്ഥാനം